ശ്രീനാരായണ ധർമ്മഗുരുവാലയ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി സവർണ ഹിന്ദുത്വയുടെ ഒരു ഉപകരണമായി, സവർണ ഹിന്ദുത്വയുടെ കേവലം ഒരു ടൂളായി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരർത്ഥത്തിൽ പിന്തുണ കൊടുക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളായ ഇടതുപക്ഷമാണെന്നുള്ളത് വളരെ ലജ്ജാകരമായ നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്ന് കേരളത്തിലെ ഏക ശ്രീനാരായണ പ്രസ്ഥാനം ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഒരു പക്ഷേ ശ്രീനാരായണ ദർശനവേദിയായിരിക്കും. ഈ രാജ്യത്തെ കേരളത്തിലെ ഈഴവരാതി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയുടെ ഭാവി തലമുറകളെ, അവരുടെ കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കാൻ പര്യാപ്തമായ സവർണ സംവരണത്തിനെതിരെ കൃത്യമായ നിലപാടുള്ളവരെയാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് RSS അജണ്ടയായ സവർണ സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു തമാശയുണ്ട്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരല്ലേ പറയുന്നത്, മുസ്ലിം ലീഗിനെതിരാണെന്ന്. ഒന്ന് ആലോചിക്കണം, വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ഉപരിപഠനം നിഷേധിക്കപ്പെട്ടത്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. അന്ന് ഈ നിയമത്തിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ ആകെ ഉണ്ടായ പ്രസ്ഥാനം മുസ്ലിം ലീഗ് മാത്രമാണ്. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ശ്രീനാരായണ ദർശനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽ, വ്യത്യസ്ത ജാതികളിൽ എല്ലാമുള്ളവരും ഗുരുദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന ഈ ശ്രീനാരായണ ദർശനവേദി രൂപം കൊണ്ടത്. ആ പിന്നിട്ട് 25 വർഷക്കാലവും ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക്, മതദ്വേഷ പ്രസ്താവനകൾക്കെതിരായി സാമുദായിക സാഹോദര്യമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ ഈ കഴിഞ്ഞ നാളുകളിൽ 25 വർഷക്കാലവും ശ്രീനാരായണ ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രീനാരായണ ദർശനവേദിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും സമുദായ സംഘടന എന്നെല്ലാമുള്ള അർത്ഥത്തിലുള്ള ശ്രീനാരായണ ധർമ്മഗുരുവാലയ യോഗത്തിന് ഈ പറയുന്ന ഈഴവരാതി ജനതയുടെ മുന്നോട്ടുപോക്കിന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇല്ലാത്ത കാലത്താണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതിയയിത്തം പോലുള്ള വിഷയങ്ങൾക്ക് ശ്രീനാരായണ ദർശനത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യ പരമ്പരകളിൽ പെടാവുന്ന ശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചു കയറണമെന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ NSSന്റെ നേതാവ് സുകുമാരൻ നായർ പരസ്യമായാണ് ആക്ഷേപിച്ചത്. അന്നൊന്നും ഈ പറയുന്ന ശ്രീനാരായണ ധർമ്മഗുരുവാലയ യോഗത്തിന്റെ നേതാക്കളോ ആരും തന്നെ ഒരു പ്രതിഷേധം നടത്താൻ തയ്യാറായിരുന്നില്ല. അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്ന് കേരളത്തിലെ ഏക ശ്രീനാരായണ പ്രസ്ഥാനം ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഒരു പക്ഷേ ശ്രീനാരായണ ദർശനവേദിയായിരിക്കും. അങ്ങനെ പിന്നിട്ട കാലത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഗുരുദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന, ഗുരുദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പല സമുദായങ്ങളിൽപ്പെട്ടവരും ഈ ശ്രീനാരായണ ദർശനവേദിയുടെ ഭാഗമായിരുന്നു. നമുക്കറിയാം, ഇന്നിപ്പോ നമ്മൾ സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ഇന്നിവിടെ ഗുരുമാനവീയം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ശ്രീനാരായണ ധർമ്മഗുരുവാലയ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, തീർത്തും കേരളത്തിന്റെ നാടിന് തന്നെ അപമാനമാവുന്ന രീതിയിൽ, ശ്രീനാരായണ ധർമ്മഗുരുവാലയ യോഗത്തിന് അപമാനമാവുന്ന രീതിയിൽ മതവിദ്വേഷ പ്രസ്താവനകളുമായി, കൃത്യമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരർത്ഥത്തിൽ പിന്തുണ കൊടുക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളായ ഇടതുപക്ഷമാണെന്നുള്ളത് വളരെ ലജ്ജാകരമായ നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിലുള്ള മുന്നോട്ടുപോക്ക് സത്യത്തിൽ ഇടതുപക്ഷത്തിനും നാളുകളിൽ വില കൊടുക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കൃത്യമായി സവർണ ഹിന്ദുത്വയുടെ ഒരു ഉപകരണമായി, സവർണ ഹിന്ദുത്വയുടെ കേവലം ഒരു ടൂളായി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രബല സമുദായങ്ങളായ ഏകദേശം 70-75% ഈ സമുദായങ്ങൾ വരും. ഈ ഈഴവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ കേരളത്തിന്റെ സവർണ കേന്ദ്രങ്ങൾ, കേരളത്തിന്റെ സവർണ ഹിന്ദുത്വയ്ക്ക് കൃത്യമായ അപകടമുണ്ടാകുമെന്നും ഈ രാജ്യത്ത് ഈഴവരും മുസ്ലിങ്ങളും ദളിതരും പിന്നോക്കക്കാരും ഒന്നിച്ചൊരു മുന്നേറ്റമുണ്ടായാൽ അത് ഇവിടെ പ്രശ്നമുണ്ടാക്കുക ഹിന്ദുത്വ വംശീയതയ്ക്കാണെന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ശ്രീനാരായണ ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുമാനവീയം 2026 എന്ന പേരിൽ ഒരു സാഹോദര്യ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള, നമ്മൾ ഒരുപാട് സാഹോദര്യ സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പതിവ് രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടപ്പിലാക്കുക, പ്രഖ്യാപിക്കുകയല്ല, നടപ്പിലാക്കുക
എന്നൊരു വലിയ മുദ്രാവാക്യം ഉയർത്തിയാണ് നമ്മളുടെ സാമുദായിക സാഹോദര്യ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതായത് ജാഹിദ് സെൻസസിനൊപ്പം നിൽക്കുന്നവർ, ജാഹിദ് സെൻസസ് പ്രഖ്യാപിക്കണമെന്ന് അഭിപ്രായമുള്ളവർ ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഈ രാജ്യത്തെ കേരളത്തിലെ ഈഴവരാതി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയുടെ ഭാവി തലമുറകളെ, അവരുടെ കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കാൻ പര്യാപ്തമായ സവർണ സംവരണത്തിനെതിരെ കൃത്യമായ നിലപാടുള്ളവരെയാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സത്യത്തിൽ സാഹോദര്യം, സമുദായ സാഹോദര്യം ഉണ്ടാവണമെങ്കിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സുകുമാരൻ നായർ പറയുന്നു ജാതി സെൻസസ് വേണ്ട, എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾക്ക് ഒരേ അടുപ്പമാണെന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ 5 വർഷക്കാലമായിട്ട് ഈ സവർണ സമരം നടപ്പിലാക്കി ജാതി സെൻസസിന് വേണ്ടി മുറവിളി കൂട്ടുന്നില്ല. അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈഴവ സമുദായത്തിനോ പിന്നോക്ക സമുദായങ്ങൾക്കോ വേണ്ടി ശബ്ദിക്കാത്തൊരു കാലത്താണ് ജാതി സെൻസസ് നടപ്പിലാക്കുക, അതുവഴി സാമുദായിക സാഹോദര്യം നിലനിർത്തുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിസഭയുടെ പ്രാതിനിധ്യം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു UDF-ന്റെ ഭരണകാലത്താണെന്ന് തോന്നുന്നു ഒരു 5ാം മന്ത്രി മുസ്ലിം ലീഗിന്, അവർക്ക് സാമുദായികപരമായിട്ടുള്ള പ്രാതിനിധ്യം നോക്കി 5ാം മന്ത്രി ആവശ്യമുള്ളതാണ്. അന്ന് കേരളത്തിലെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ കേരളത്തില് സാമുദായിക ധ്രുവീകരണം നടക്കും, ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് കേരളത്തില് ഈ പറയുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിൽ 10ഓളം മന്ത്രിമാർ ഒരു സമുദായത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുമ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 5 വർഷക്കാലമായി കേരളത്തിൽ ആദ്യമായിട്ടാണ്, ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് RSS അജണ്ടയായ സവർണ സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല, ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല, NSSനോടോ SNDPയോടോ വെറുപ്പില്ല. എന്നാൽ ഈ വേദിയിൽ NSSഉം SNDPയും യോഗക്ഷേമ സഭയും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം തകർക്കുന്നവരുമായി ഞങ്ങൾക്ക് സാഹോദര്യം എങ്ങനെയാണ് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നൊരു ആശങ്കയും ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായൊരു മുദ്രാവാക്യം ഉയർത്തി സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് പ്രഖ്യാപിക്കുക. ജാതി സെൻസസ് പ്രഖ്യാപിച്ചിട്ട് അളവെടുക്കട്ടെ. സണ്ണിമാഷൊക്കെ നിരന്തരം പ്രസംഗിക്കാറുണ്ട്, ഇവിടെ ഒരു സെൻസസ് നടത്തിയിട്ട് ഇവിടുത്തെ ഈഴവർക്കും ദളിതർക്കും മുസ്ലിം സമുദായങ്ങൾക്കും ഒക്കെ അമിത പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്നേ, ഞങ്ങളെന്ന് മാറ്റിക്കുവോ? സെൻസസ് എടുത്ത് സവർണ സമുദായങ്ങളെ OBC പട്ടികയിൽപ്പെടുത്തി അവർക്കും ഈ സംവരണം കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ മുന്നേറ്റങ്ങളുമായി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരോ എന്നാൽ വലതുപക്ഷമോ ഒന്നും തയ്യാറാവുന്നില്ല. നേരെ മറിച്ച് UDF-ന്റെ ഉള്ളിൽ നിന്ന് ചിലരെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ, അനൂപ് വിയാറിനെ പോലെ VT ബൽറാമിനെ പോലെ ഉള്ളവർ അഭിപ്രായങ്ങൾ പറയാനെങ്കിലും തയ്യാറാവുന്നുണ്ടെന്ന് വലിയ ശുഭപ്രതീക്ഷയാണ്. എന്നാൽ മുസ്ലിം ലീഗ്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു തമാശയുണ്ട്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരല്ലേ പറയുന്നത്, മുസ്ലിം ലീഗിനെതിരാണെന്ന്. ഒന്ന് ആലോചിക്കണം, വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ഉപരിപഠനം നിഷേധിക്കപ്പെട്ടത്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. അന്ന് ഈ നിയമത്തിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ ആകെ ഉണ്ടായ പ്രസ്ഥാനം ഈ മുസ്ലിം ലീഗ് മാത്രമാണ്. ഞങ്ങൾ എപ്പോഴും പറയും മുസ്ലിം ലീഗിനോട് ഇവിടുത്തെ ഈഴവരായ ദളിത് പിന്നോക്ക വിഭാഗം കടപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന ഈ സഹോദരി സമ്മേളനം സത്യത്തിൽ ഒരു കാപട്യ തട്ടിക്കൂട്ട് സഹോദരി സമ്മേളനമില്ല. നാളുകളിൽ നന്മയുടെ നേരിന്റെ പക്ഷം പിടിച്ച് ശ്രീനാരായണ ദർശന വേദി ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങളെ കൈകോർത്തുകൊണ്ട്, ഈ വിഷയത്തിൽ ഒപ്പം നിൽക്കുന്നവരെ കൈകോർത്തുകൊണ്ട് തെരുവോരങ്ങളിൽ ഏതറ്റം വരെയുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറാണ്, അതിന് ഏതറ്റം വരെയും പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്